നൽകിയത്. സംസ്ഥാനത്തെ വള്ളംകളി സീസണ് തുടക്കം കുറിച്ച് രാജപ്രമുഖൻ ട്രോഫിക്കായുള്ള ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് തുടക്കമായിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, എത്രത്തോളം ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ? വലിയ ആവേശത്തിലേക്ക് വീണ്ടും കുട്ടനാട് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് പണിമുടക്കാണെങ്കിൽ പോലും കുട്ടനാടിന്റെ കരകളിൽ അത്രമേൽ ആഘോഷം ഉണ്ട്. നമുക്ക് ഈ വിവിധ കരകളിൽ നിന്ന് കാണാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളാണ്, ജലോത്സവ പ്രേമികളായ വ്യക്തികളാണ് ഇന്ന് ചമ്പക്കുളം മൂലം വള്ളംകളി കാണുന്നതിനായി എത്തിയിട്ടുള്ളത്. മിഥുനമാസത്തിലെ മൂലം നാളിൽ ഉള്ള ഈ രാജപ്രമുഖ ട്രോഫിയോട് കൂടി തുടങ്ങുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ് ആലപ്പുഴയുടെ കുട്ടനാടിന്റെ സംസ്ഥാനത്ത് തന്നെ ജലോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ആ ഒരു ആവേശം, ഇത്തവണത്തെയും വള്ളംകളി സീസണിന്റെ ആവേശം വളരെ വ്യക്തമായി പ്രകടമാകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇരുകരകളിലും കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നെടുമുടി ഭാഗത്തുള്ള കരഭാഗമാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തൊട്ട് അപ്പുറത്തെ ഉള്ള ചമ്പക്കുളം ഭാഗത്തെ ആളുകളാണ്. പമ്പയാറിന്റെ ഇരു കരകളിലുമായി ധാരാളം ആളുകൾ നിരന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വള്ളങ്ങളിലും വീടുകളിലും ഒപ്പം തന്നെ കരകളിലുമൊക്കെയായി ആയിരക്കണക്കിന് ആളുകൾ, ജലോത്സവ പ്രേമികൾ. ഇന്ന് സഞ്ചാരത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, പണിമുടക്ക് ദിവസമാണെങ്കിൽ പോലും ആളുകൾ ധാരാളമായി എത്തി എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായ കാഴ്ച. വള്ളംകളിക്ക് കൃത്യമായ ആവേശത്തോടുകൂടി ഇത്തവണയും തുടക്കം കുറിക്കുന്നു. 5 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ജലമേളയിൽ രാജപ്രമുഖൻ ട്രോഫി നേടുന്നതിന് വേണ്ടി പമ്പയാറ്റിൽ ഇന്ന് തുഴയെറിയുക. 3 ഹീറ്റ്സുകളിലായാണ് മത്സരം നടക്കുക. ആദ്യ 2 ഹീറ്റ്സുകളിലും 2 വള്ളങ്ങൾ വീതം മത്സരിക്കും. അവസാനത്തെ ഹീറ്റ്സിൽ 1 വള്ളം മാത്രമാണ് ഉണ്ടാവുക. നറുക്കെടുപ്പിലൂടെ അവസാന ഹീറ്റ്സിൽ മത്സരിക്കേണ്ട, അതായത് 1 വള്ളം മാത്രം വരുന്നത് കൊണ്ട് തന്നെ അവസാന ഹീറ്റ്സിൽ മത്സരിക്കേണ്ട ആളെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വള്ളമാണ് 3ാമത്തെ ഹീറ്റ്സിൽ ഒരു ട്രാക്കിൽ മാത്രമായി മത്സരിക്കുക. ട്രാക്കുകളുടെ വള്ളങ്ങളുടെ ട്രാക്കിൽ നിരക്കുന്നത് ഇങ്ങനെയാണ്. 2ാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ് തുഴയുന്ന സുനിൽ ജോസഫ് പഞ്ചിക്കൽ ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം ചുണ്ടനാണ് 1ാമത്തെ ട്രാക്കിൽ അണിനിരക്കുക. ഒപ്പം തന്നെ 2ാമത്തെ ട്രാക്കിൽ എത്തുക ചെറുതന പുത്തൻ ചുണ്ടനാണ്. NCBC ബോട്ട് ക്ലബാണ് ചെറുതന പുത്തൻ ചുണ്ടൻ തുഴയുന്നത്. ഒപ്പം തന്നെ 2ാമത്തെ ട്രാക്ക്, ആവേശകരമായ ട്രാക്ക്, ആയാപറമ്പ് പാണ്ടി UBC കൈനഗിരി തുഴയുന്ന ആയാപറമ്പ് പാണ്ടിയും ഒപ്പം തന്നെ ചമ്പക്കുളം ബോട്ട് ക്ലബ് തുഴയുന്ന ചമ്പക്കുളവുമാണ് 2ാമത്തെ ട്രാക്കിൽ ഉള്ളത്. 3ാമത്തെ ട്രാക്കിൽ ഭാഗ്യവാനായ വള്ളം, കാരണം മറ്റ് ഒരു വള്ളം മാത്രമേ ഉള്ളൂ. അതായത് നറുക്കെടുപ്പിലൂടെയാണ്, വള്ളങ്ങളുടെ കുറവ് മൂലം ഇത്തവണ നറുക്കെടുപ്പിലൂടെയാണ് ആ 3ാമത്തെ ഹീറ്റ്സിൽ 3ാമത്തെ ട്രാക്കിൽ തുഴയുന്ന വള്ളത്തെ തുഴഞ്ഞെടുത്തത്. ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ആയാപറമ്പ് വലിയ ദിവാൻജിയാണ്. 1 വള്ളം മാത്രമേ ഉള്ളൂവെങ്കിലും അവർ മത്സരത്തിൽ തുഴഞ്ഞു തന്നെ ഈ ട്രാക്ക് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം ഇവർ ഫൈനലിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇത്തവണ ടൈമിംഗ് അല്ല ഇതിന്റെ പ്രധാന കാര്യം. ആദ്യം ആര് മത്സരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ടൈം നോക്കി, നെഹ്റു ട്രോഫിയിൽ നിന്ന് വ്യത്യസ്തമായി ടൈം നോക്കിയല്ല വള്ളങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 3ാമത്തെ ട്രാക്കിൽ 3ാമത്തെ ഹീറ്റ്സിൽ തുഴയുന്ന ആയാപറമ്പ് വലിയ ദിവാൻജി, നിരണം ചുണ്ടൻ വെൽഫെയർ അസോസിയേഷൻ നിരണം, അവർ തുഴയുന്ന ബോട്ട് ഇതിലേക്ക് ഫൈനലിലേക്ക് കടക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. എന്തായാലും വലിയ ആവേശം ഇത്തവണയും ഉണ്ട്. ജലമേള എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയും ആവേശകരമായ ഒന്നാണ്. ആ ഒരു ആവേശം, ഇന്നത്തെ പണിമുടക്ക് ആയിട്ട് പോലും ഇത്രയധികം ആളുകൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്, ആ ഒരു ആവേശം തീർച്ചയായും പങ്കുവെക്കുന്നതാണ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായുള്ള തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആവേശകരമായ രാജപ്രമുഖൻ ട്രോഫി 6 മുത്തമിടും എന്നുള്ളത് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും. അവസാന മണിക്കൂറുകളിലേക്ക് മത്സരം കടന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ ഈ നമ്മൾ കാണുന്ന ചമ്പക്കുളത്തിന്റെയും ഒപ്പം തന്നെ നെടുമുടി ഭാഗത്തിന്റെയും 2 കരകളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നിരവധി ആളുകളെ വലിയ ആഘോഷത്തോടുകൂടി കുട്ടനാട്ടിൽ നിന്ന് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ആലപ്പുഴയ്ക്ക് മാത്രം സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ ജലമേള. ഇത്തരത്തിലുള്ള ആഘോഷം, ഒപ്പം തന്നെ കുട്ടനാടിന്റെ ആവേശം, അത് എന്തായാലും മിഥുനമാസത്തിലെ മൂലം നാളിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. വെള്ളത്തിൽ കടന്നും ചെറുവള്ളങ്ങളിലെത്തിയും 2 കരകളിലുമായി വള്ളങ്ങളിൽ അണിനിരുന്നുമൊക്കെ ആഘോഷകരമായ ആളുകൾ തങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങളെ, തങ്ങളുടെ കരകളുടെ
നായകന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശകരമായ തയ്യാറെടുപ്പിലേക്ക് ഇപ്പോൾ വള്ളംകളി എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഉദ്ഘാടനം നിർവഹിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം പിയാണ്. മന്ത്രിമാരായ പി പ്രസാദ്, മുഹമ്മദ് റിയാസ് എന്നിവർ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവർ എത്തിയില്ല. തുടർന്ന് ഇപ്പോൾ കൊടിക്കുന്നിൽ എം പി ആണ് ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രദീപം കൊളുത്തി ഈ ആഘോഷങ്ങൾക്ക് തുടക്കമാക്കിയത്. 5 വള്ളങ്ങൾ നിറഞ്ഞുള്ള മറ്റ് ചെറുവള്ളങ്ങൾ, അതായത് ഇരുട്ടും തീർപ്പും വിഭാഗത്തിലുള്ള ചെറുവള്ളങ്ങൾ കൂടി അണിഞ്ഞുകൊണ്ടുള്ള മോക്ക് ഡ്രിൽ ഇവിടെ നടന്നിരുന്നു. വളരെ ഭംഗിയേറിയ വള്ളങ്ങളിലെ ഏറ്റവും ഭംഗിയേറിയ കാഴ്ചയാണ് മോക്ക് ഡ്രിൽ. അത്തരത്തിൽ ഒരേ രീതിയിൽ ചുണ്ടൻ വള്ളങ്ങൾ, ജലയാനങ്ങൾ അണിനിരന്നുകൊണ്ട് അതിലുള്ള 100ഓളം വരുന്ന, ഓരോ വള്ളങ്ങളിലും വരുന്ന 100ഓളം വരുന്ന ചെറുക്കാർ കാണികളെ അഭിസംബോധന ചെയ്തു. വിശിഷ്ട അതിഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ തുടർ ഉയർത്തി അഭിസംബോധന ചെയ്ത മോക്ക് ഡ്രിൽ കഴിഞ്ഞാണ് ഓരോ വള്ളങ്ങളും ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് ലൈനായ ഭാഗത്തേക്ക്, ചമ്പക്കുളം പള്ളിയുടെ ഭാഗത്തേക്ക് പോയിരിക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്ന. സാധാരണ ട്രാക്കിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇത്തവണത്തെ പ്രത്യേകിച്ച് ജലമേളയ്ക്ക് അത്തരം സാധാരണ ട്രാക്കിൽ നിന്ന് വ്യത്യാസമുണ്ട്. ട്രാക്കിൽ ഒരു ചെറിയ വളവുണ്ട്. അതുകൊണ്ട് തന്നെ ആ വളവൊക്കെ ശ്രദ്ധിച്ചു വേണം ഓരോ വള്ളങ്ങളും തുഴഞ്ഞ് അകത്തേക്ക് കയറുവാൻ. ആ രീതിയിൽ ഒരു അല്പം സ്ട്രഗിൾ ചെയ്ത് വേണം വള്ളം ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഈ ജലമേളയുടെ ആവേശം കുറക്കുന്നില്ല. അതിന്റെ ഒരു വെല്ലുവിളിയെ കൂടുതൽ ആവേശത്തോടുകൂടി ഓരോ ക്ലബ്ബുകളും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ ചുണ്ടൻ വള്ളങ്ങളുടെ കുറഞ്ഞതും സാമ്പത്തിക പരാധീനതയും ഉദ്ഘാടന സെഷനിലടക്കം സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ ഉദ്ഘാടന സെഷനിൽ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ അടുത്ത തവണ സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം കൂടുതൽ സഹായം വേണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട ഒരുപാട് ഐതിഹ്യങ്ങളുമൊക്കെയായി ഇടകലർന്നു കിടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. കാരണം നമുക്കറിയാം, ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴയിലെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട്, വിഗ്രഹവുമായി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് അനുസ്മരിക്കുന്ന, ആ സംഭവത്തെ അനുസ്മരിക്കുന്നതാണ് ചമ്പക്കുളം വള്ളംകളി. ഒപ്പം തന്നെ മതനിരപേക്ഷതയുടെ പ്രതീകം കൂടിയാണ് ഈ വള്ളംകളി. അന്ന് വിഗ്രഹവുമായി എത്തി മാപ്പിളശ്ശേരി തറവാട്ടിലാണ് വിഗ്രഹം സൂക്ഷിച്ചിരുന്നത്. ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ആചാരമായി എത്തി മാപ്പിളശ്ശേരി ക്ഷേത്രത്തിൽ വന്ന് അനുഗ്രഹം വാങ്ങിപ്പോകുന്ന രീതി ഇന്നും പിന്തുടർന്നു. അത്തരത്തിൽ മതനിരപേക്ഷതയുടെ ആഘോഷം കൂടിയാണ് ഇത്തരത്തിൽ ചമ്പക്കുളം വള്ളംകളി എന്നത് നമുക്ക് വിശേഷിപ്പിക്കാം. വലിയ ആവേശം ഓരോ വള്ളംകളി പ്രേമികളുടെയും മനസ്സിൽ കുറിക്കുന്നു. ഇനി അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് ആവേശത്തിന്റെ നാളുകളാണ്. ഓഗസ്റ്റ് 30-ന് നെഹ്റു ട്രോഫി തീരുമാനിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി. എങ്കിലും ഇത്തവണ കാലാവസ്ഥാ പ്രശ്നങ്ങൾ വള്ളംകളിയെ ബാധിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അത്തരത്തിലൊരു തീരുമാനം വെച്ചതുകൊണ്ടും ഓഗസ്റ്റ് 30-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഓഗസ്റ്റ് 30-ന് മുമ്പുള്ള ഒരു ട്രയൽ റണ്ണാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളി എന്ന് തന്നെ നമുക്ക് പറയാം. തിരുവിതാംകൂർ രാജാവ് നേരിട്ടെത്തി രാജപ്രമുഖൻ ട്രോഫി നൽകി 1952 മുതൽ അത് രാജപ്രമുഖൻ ട്രോഫി നൽകിയ ഈ വള്ളംകളി അത്തരത്തിൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഔദ്യോഗികമായി അതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയ. വലിയ ആവേശം. ഇനി മുതൽ വള്ളംകളി സീസൺ തുടക്കമായിരിക്കുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയോടെ എന്നതാണ്.